ഓക്കെ. സോ നമ്മുടെ ഇക്കണോമിക്സിന്റെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ ഒരു എക്സാമിന്റെ പാറ്റേണിൽ കുറച്ചൊരു പാറ്റേൺ ചേഞ്ചസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് കോംപ്ലക്സ് ആയിട്ട് വരുന്നു എന്നുള്ള ടൈപ്പ് ഓഫ് ക്രിറ്റിസിസംസ് എല്ലാ എക്സാം കഴിയുമ്പോഴും നമുക്ക് പൊതുവിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കാറുണ്ട് അല്ലെ. പക്ഷെ ഇക്കണോമിക്സിന്റെ കേസ് നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ എക്സാമിന്റെ ആ ഒരു കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയാസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഏരിയാസ് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ എക്സാമിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഫോൾട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. പഠിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് നമ്മൾ പറയും ഇനിയിപ്പോ നമ്മുടെ മുമ്പിൽ ഒരു 58 ദിവസമാണ് റിമൈനിങ് ആയിട്ടുള്ളത്. ഈ 58 ദിവസം കൊണ്ട് നമ്മളെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല. സോ അടുത്ത ജൂൺ 2026 എക്സാം ആവട്ടെ, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അങ്ങ് അടുത്ത ടേമിലേക്ക് എല്ലാം പ്രോക്കാസിനേറ്റ് ചെയ്തിട്ട് വെക്കും. പക്ഷേ ഇത് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ്. കാരണം നിങ്ങൾക്കറിയാം, ഇപ്പം നമ്മുടെ ഡിഗ്രി എടുക്കുകയാണ് എങ്കിൽ FIUGP ആണ് അല്ലെ, അതായത് 4 ഇയർ ഡിഗ്രി കോഴ്സ് ആണ് കറന്റ്ലി ഇപ്പം മൂവ് ഓൺ ആയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മള്, അതായത് ഇപ്പം ഈ ക്ലാസ്സുകൾ കേൾക്കുന്നവര് PG സ്റ്റുഡൻസ് ആയിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ PG കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കാം. പക്ഷെ നമ്മൾ എല്ലാവരും PGയിൽ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ PGക്ക് ശേഷം നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്ന പല കാര്യങ്ങളും ഈ FIUGP എന്ന് പറയുന്ന കോഴ്സിൽ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ കറന്റ്ലി UG ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ചുറ്റുമുള്ള ആ ഒരു ലോകം എന്ന് പറയുന്നത് അത്രത്തോളം കോമ്പറ്റീറ്റീവ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ എത്രയും പെട്ടെന്ന് നമ്മൾ ക്വാളിഫൈഡ് ആകാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ് നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ സേഫ് ആക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പം അതിലേക്കൊക്കെ പോകുന്നതിന് തൊട്ട് മുൻപ് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ആർക്കൊക്കെ ഒരു 55 ദിവസം കൊണ്ട് പഠിച്ച് ഒരു നെറ്റ് അല്ലെങ്കിൽ JRF ക്വാളിഫൈഡ് ആകാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉള്ളവരും ഉണ്ടോ? അല്ലെങ്കിൽ ഇത് സാധിക്കില്ല, എന്നെ കൊണ്ട് ഈ ഒരു 55 ദിവസം കൊണ്ട് നടക്കില്ല, അല്ലെങ്കിൽ 55 ദിവസം പോരാ പഠിക്കാൻ എന്ന് തോന്നുന്ന ആരൊക്കെയുണ്ട്? നിങ്ങൾക്ക് യെസ് ഓർ നോ എന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. യെസ് എന്നാണെങ്കിൽ പഠിക്കാൻ പറ്റും, 55 ദിവസം ഇനഫ് ആണ് എന്ന് പറയുന്നവരായിരിക്കണം. അല്ലെങ്കിൽ 55 ദിവസം പോരാ എന്ന് പറയുന്നവരാണെങ്കിൽ നോ എന്ന് കമന്റ് ചെയ്യാം കേട്ടോ. യെസ്, കമന്റ്സ് വരുന്നുണ്ട്. യെസ്, യെസ്. ആർഡിയോ മൈക്ക് ഓൺ ആയിട്ടുണ്ട്, ഒന്ന് മ്യൂട്ട് ആക്കണേ. യെസ്, അപ്പൊ നിങ്ങൾ എല്ലാവരും അത്രയും കോൺഫിഡന്റ് ആണ് അല്ലെ? ഓക്കെ, അതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. കാരണം നമ്മുടെ UGC നെറ്റ് എക്സാം, അല്ലെങ്കിൽ നമ്മുടെ ഇക്കണോമിക്സ് പെർട്ടിക്കുലർലി നമ്മുടെ സബ്ജക്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും പറയാറുണ്ട് ഇറ്റ് ലിറ്റിൽ ബിറ്റ് ടഫ്, അല്ലെങ്കിൽ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് മാത്സ് പ്രോബ്ലം കാണുമ്പോഴത്തേക്കും എല്ലാം സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു, അല്ലെങ്കിൽ എല്ലാം എക്കണോമെട്രിക്സ് ആയിരുന്നു ചോദിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം എല്ലാവരും പറയാറുണ്ട്. പക്ഷെ എന്റെ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഇക്കണോമിക്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവർ ക്വസ്റ്റ്യൻസ് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യില്ല. ഓക്കെ, ഇക്കണോമിക്സിലാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് അധികം റിപ്പീറ്റ് ചെയ്തതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. തീരെ റിപ്പീറ്റ് ചെയ്യില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അവര് ഏരിയാസ് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ഒരു മോർ ദാൻ 50-60% അവര് ഏരിയാസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷെ ആ ഏരിയ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് നമ്മൾ എന്ത് ചെയ്യും? സിലബസ് എടുത്തു വെക്കും, അല്ലെങ്കിൽ സിലബസ് പോലും ചിലർ നോക്കാതെ ത്രൂ ഔട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിങ്ങനെ നമ്മൾ വലിച്ചു വാരി പഠിച്ച്, അല്ലെങ്കിൽ കുറെ തിയറീസ് കാണാതെ പഠിക്കുന്നു. നമുക്ക് കിട്ടുന്ന റിസോഴ്സുകളൊക്കെ യൂസ് ചെയ്തിട്ട് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയോ പഠിക്കുന്നു. അപ്പൊ നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ തോന്നും ഞാൻ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, ഇത്തവണ ഞാൻ UGC നെറ്റ് ഓർ JRF ക്വാളിഫൈഡ് ആകും എന്നുള്ളൊരു അസംഷൻ നമ്മുടെ മൈൻഡിലേക്ക് വരും. പക്ഷേ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. മിനിമം ഒരു 5 വർഷത്തെയെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് നോക്കിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് 100% ഷുവർ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും അവർ റിപ്പീറ്റ് ചെയ്യുന്ന ഒരുപാട് ഏരിയാസ് ഉണ്ട്. പക്ഷേ ഈ ഏരിയ മേ ബി ഒരേ ടോണിൽ അല്ലെങ്കിൽ ഒരേ ടൈപ്പിലായിരിക്കില്ല അവർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്. നമുക്ക് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ആയിട്ടായിരിക്കും അവർ ആ ഒരു ഏരിയ റിപ്പീറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്റെ ഇതുവരെ ചോദിക്കാത്ത എന്തോ സംഭവമാണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്ന്. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറയുന്നത്.
ആരോ സ്ക്രീനിൽ വരയ്ക്കുന്നുണ്ട്. സ്ക്രീനിൽ വരയ്ക്കില്ല കേട്ടോ. ഓക്കെ. സോ നിങ്ങൾ എല്ലാവരും ചാറ്റ് ബോക്സിൽ പറഞ്ഞതുപോലെ തന്നെ 55 ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു നെറ്റ് ഓർ JRF എന്ന് പറഞ്ഞിട്ടുള്ള ജേർണി ഫ്രൂട്ട്ഫുൾ ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. അതെങ്ങനെയാണ് നമുക്ക് ആ ഒരു ജേർണി ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ വെച്ചുകൊണ്ട് എങ്ങനെ ഈ ഒരു 55 ദിവസം കഴിഞ്ഞ് നമ്മുടെ എക്സാം ഇപ്പം ഡിസംബർ 31 ടു ജനുവരി 7 ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പം അതിനുശേഷം ഫെബ്രുവരിയിലെ റിസൾട്ട് വരുന്ന സമയത്ത് ഒരു JRF ഹോൾഡർ അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ക്വാളിഫൈഡ് ആയി എന്നുള്ള ആ ഒരു റിസൾട്ട് നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സെഷനിൽ പറയുന്നുണ്ട്. അതായത് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു പഠനത്തിന്റെ സ്ട്രാറ്റജി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ആ തെറ്റിന് നമുക്ക് എങ്ങനെ തിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതായിരിക്കും നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുക. ഓക്കെ. അപ്പം ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ ഈ ഒരു ഡിസംബർ ടേമിലേക്ക് നിങ്ങൾ പഠിക്കുന്നതിൽ നിങ്ങൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്? ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേ. നിങ്ങളിപ്പോ നേരത്തെ കോൺഫിഡന്റ് ആണ്, കോൺഫിഡന്റ് അല്ല എന്ന് പറഞ്ഞില്ലേ? അപ്പം ഇതിൽ നിങ്ങളുടെ ടേക്ക് എന്താ? നിങ്ങൾ ഒരു ഡിസംബർ എക്സാമിൽ നിങ്ങൾ എത്രത്തോളം കോൺഫിഡന്റ് ആണ്? നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രത്തോളം കോൺഫിഡന്റ് ആണ്? ഓക്കെ. ഒന്ന് മൈക്ക് മ്യൂട്ട് ആക്കണേ. ജീസസ് ഗേൾ എന്ന് പറഞ്ഞിട്ടൊരാളെ മൈക്ക് അൺമ്യൂട്ട് ആയിട്ടുണ്ട്. ഒന്ന് മ്യൂട്ട് ആക്കണം കേട്ടോ. ഓക്കെ. നമ്മുടെ ഐഫറുമായിട്ടുള്ള നിങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്, ഓക്കെ, ഒരാൾ ചാറ്റ് ബോക്സിൽ പറയുന്നുണ്ട് ഏകദേശം 80% സിലബസ് കവർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ബോത്ത് പേപ്പർ 1 ആൻഡ് പേപ്പർ 2. ഓക്കെ, വെരി ഗുഡ്. സിലബസ് കവർ ചെയ്യുക എന്നുള്ളത് നെറ്റ് എക്സാമിനെ സംബന്ധിച്ച് ഏകദേശം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഐഫറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മെന്റേഴ്സിന്റെ ടിപ്പുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമ്മൾ ഈ പറഞ്ഞ പോലെ 80% സിലബസ് കവർ ചെയ്തു എന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കും. അത് നമുക്ക് മേ ബി ആ 80% നമ്മൾ സിലബസ് കവർ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല? ക്വസ്റ്റനിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ. നിങ്ങൾ ചിലപ്പോൾ പല തിയറികൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ തിയറികളുടെ ഇയർ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ സാധിച്ചിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം? ഒരുപാട് ഈ പറഞ്ഞ പോലുള്ള ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അത് വേറെ ഏതെങ്കിലും രൂപത്തിൽ ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്ന് ഉറപ്പില്ല. ഓക്കെ. അപ്പം ഇങ്ങനെ നിങ്ങളെ കൊണ്ട് ഉറപ്പില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് പറ്റില്ല, ഇതെങ്ങനെയാണ് ഒരു കണക്ഷൻ നിലനിർത്തി പഠിക്കുക എന്നുള്ള കാര്യങ്ങൾക്കുള്ള ടിപ്പുകളാണ് നമ്മൾ ഐഫറുള്ള മെന്റേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ എപ്പോഴും എക്സാമിന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റ്, ഞാൻ ഈ സെഷനിൽ ഏറ്റവും കൂടുതൽ തെറ്റുകൾ എന്താണെന്ന് പറഞ്ഞു തരിക എന്നുള്ളതല്ല ഉദ്ദേശം. പക്ഷെ തെറ്റ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു റിയലൈസേഷൻ വരും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. നമ്മള് നമ്മൾ ഈ സെം എക്സാമിനൊക്കെ പഠിക്കുന്ന പോലെ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, എക്സാമിന്റെ ലാസ്റ്റ് ഡേ വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. അല്ലെങ്കിൽ ആ ഒരു 10 ദിവസം അല്ലെങ്കിൽ ആ ഒരു 5 ദിവസം നമ്മൾ സെം എക്സാമിന് പഠിക്കുന്നത് പോലെ എല്ലാം ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അതൊരു വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം നെക്സ്റ്റ് എക്സാമിനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഈ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് നിലനിർത്തണമെങ്കിൽ, ഓക്കെ, ചിലർ ഇങ്ങനെ പുഷ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ഇന്ന് പഠിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഏതൊക്കെ ടോപ്പിക് ആണ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ ടോപ്പിക് നിങ്ങൾ കവർ ചെയ്തു, അല്ലെങ്കിൽ ഇന്ന് നടക്കുന്ന ലൈവ് സെഷനിൽ നിങ്ങൾ എന്താണ് അറ്റൻഡ് ചെയ്യാത്തത്, അങ്ങനെ നമ്മൾ ആരെങ്കിലും ഒന്ന് ബാക്കിൽ നിന്ന് പുഷ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രം പഠിക്കാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ടാകും, അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി നിലനിർത്താൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം. അതൊരു കാര്യമാണ്. ഇനിയിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സെം എക്സാമിന് പഠിക്കുന്നത് പോലെ എല്ലാം ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് നമ്മൾ ആ ഒരു ഒരാഴ്ച ഉറക്കമില്ലാണ്ട് ഉറക്കം നഷ്ടപ്പെടുത്തി ഭയങ്കര സ്ട്രെസ് നമ്മൾ എടുത്ത് പഠിക്കും. പക്ഷെ റിസൾട്ട് വരുന്ന സമയത്ത് അത് നമ്മുടെ റിസൾട്ടിൽ റിഫ്ലക്റ്റ് ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. ഓക്കെ. അതെന്തുകൊണ്ടാണ്? നമ്മൾ റിലാക്സ് ചെയ്ത് പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ്. ഓക്കെ. നമ്മളിപ്പോ എപ്പോഴും ഐഫറിൽ പറയാറുണ്ട്, നമ്മളൊരു ഹാപ്പി ലേണിംഗ് ഇക്കോസിസ്റ്റം ആണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാറുണ്ട്. അപ്പം
നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും പ്രത്യേകിച്ച് ഇക്കണോമിക്സ് പോലുള്ള ഒരു സബ്ജക്ട് എടുക്കുകയാണെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം അത്രത്തോളം മാത്തമാറ്റിക്കലി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്, അത്രത്തോളം നമുക്ക് കോൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്. സോ ഏറ്റവും ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ വേണം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ എക്സാമിന്റെ ഒരു ലാസ്റ്റ് 1 വീക്ക് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ള അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ വേണം നമ്മൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് നമ്മൾ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് മാറ്റി വെക്കുന്ന ഏരിയാസ് റിവൈസ് ചെയ്തത് കൊണ്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള ഉപകാരവും ഉണ്ടാവില്ല. മേ ബി നമ്മുടെ സെം എക്സാമിന് നമുക്ക് ഉപകരിച്ചേക്കാം, പക്ഷെ UGC നെറ്റ് പോലുള്ള ഒരു എക്സാമിനെ സംബന്ധിച്ച് അത് ഒരിക്കലും ഉപകാരപ്രദമല്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് യൂണിറ്റ് കൺസൈസ് ആയിട്ടുള്ള ക്വിക്ക് നോട്ടുകൾ കേട്ടോ. ഓക്കെ, യൂണിറ്റ് വൈസ് ആയിട്ടുള്ള ക്വിക്ക് നോട്ടുകളായിരിക്കും നിങ്ങൾക്ക് ഐഫറിൽ നിന്ന് കിട്ടുന്നുണ്ടാവുക. ഈ ക്വിക്ക് നോട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 യൂണിറ്റ്സിന്റെയും ക്വിക്ക് നോട്ടുകൾ ഉണ്ട്. ആ 10 യൂണിറ്റിലും എക്സാമിന് നമുക്കിപ്പം നമ്മൾ ഈ സെം എക്സാമിനൊക്കെ പോകുന്ന സമയത്ത് മേ ബി ഷോർട്ട് നോട്ടൊക്കെ എഴുതി പഠിക്കുന്നവരുണ്ടാക്കുക, അവർക്ക് ഇത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഒറ്റ സ്ട്രെസ്സിൽ നമ്മൾ അല്ലെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ നോക്കുന്ന സമയത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ സ്റ്റാറ്റിയിലെ കംപ്ലീറ്റ് ഇക്വേഷൻസ് അല്ലെങ്കിൽ ഇക്കണോമെട്രിക്സിലെ കംപ്ലീറ്റ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഓരോ അസംഷൻ വയലേഷൻസ് എടുക്കുകയാണെങ്കിൽ അസംഷൻ വയലേഷൻസിലെ എന്തൊക്കെ പോയിന്റുകൾ വരുന്നുണ്ട്, അതിന്റെ റെമഡിയൽ മെഷേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനെ ഭയങ്കര കൺസൈസ് ആയിട്ട് എന്നാൽ നമ്മുടെ എക്സാമിന് 100% നമുക്ക് ഉപകരിക്കുന്ന ഓരോ യൂണിറ്റിന്റെയും ക്വിക്ക് നോട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ഈ ക്വിക്ക് നോട്ട് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഇക്കോണമിയാണ്. കാരണം നമ്മൾ ഇന്ത്യൻ ഇക്കോണമി എടുക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ എക്സാമിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ബജറ്റ് ഇക്കണോമിക് സർവേ ആണ്. ഓക്കെ, ഈ രണ്ടിന്റെയും ക്വിക്ക് നോട്ട് മാത്രം പഠിച്ചു പോയിട്ടുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്, ക്വാളിഫൈഡ് ആകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. കാരണം മേ ബി നമ്മുടെ റിസൾട്ടിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്തായിരിക്കും, നമ്മുടെ ഈ ഒരു 2-4 മാർക്കുകളായിരിക്കാം. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളവരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാക്കുന്നത് ഇത്തരത്തിൽ നമ്മൾ ബാക്കിയുള്ളവര് നോക്കാത്ത അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ടഫ് എന്ന് പറയുന്ന ഏരിയാസ് നമ്മൾ മേ ബി പഠിച്ചത് കൊണ്ടായിരിക്കാം. ഓക്കെ, ഇനി ഫോക്കസ് ഓൺ ഇന്റർ കണക്ഷൻ ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്കറിയാം മൈക്രോ ഇക്കണോമിക്സും മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സും വളരെ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള 2 യൂണിറ്റുകളാണ്. ഓക്കെ, നമ്മൾ മൈക്രോയിലെ പല കാര്യങ്ങളും പഠിക്കാണ്ട് നമുക്കത് മാത്സിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് പ്രൈസും ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ക്വാണ്ടിറ്റിയും പ്രൈസും എന്താണ് നമ്മൾ എവിടെ പഠിക്കണം, മൈക്രോ ഇക്കണോമിക്സ് പഠിക്കണം. ഓക്കെ, അതേപോലെ തന്നെ മൈക്രോയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ അത് മാത്തമാറ്റിക്കലി അപ്ലൈ ചെയ്യണമെങ്കിൽ മാത്സിൽ ഒരു റൂൾ നമുക്ക് അറിയണം അല്ലെ. ഇപ്പൊ മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ ഒക്കെ വെച്ചിട്ട് ഒരു കോൺസെപ്റ്റ് നമുക്ക് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഡിഫറൻസിയേഷൻ മാത്തമാറ്റിക്കലി നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മൈക്രോയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ അൺനെസസറി ആയിട്ട് നമ്മൾ ഡെപ്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ചിലപ്പം ഒരു ക്വസ്റ്റ്യൻ ഒരു ടേമിലേക്കേ ചോദിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ അല്ലെ. അങ്ങനെയും ഇന്റർനാഷണൽ ഇക്കണോമിക്സിൽ നിങ്ങൾ മേ ബി കണ്ടിട്ടുള്ള ക്വസ്റ്റൻ ആയിരിക്കും നമ്മുടെ കവേർഡ് ആൻഡ് അൺകവേർഡ് ആർബിട്രേജ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റൻ ഉണ്ട്. ഓക്കെ, ഡിസംബർ 2023 എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പം അത് ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ടേമിൽ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അതിനുശേഷം ഒരു ടേമുകളിലും അത് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടില്ല. അപ്പം നമ്മൾ അത് കുറച്ച് ടഫ് ആയിട്ട് ടോപ്പിക്കാണ്. അങ്ങനെ അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മളെ സ്ട്രെസ്സിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു യൂണിറ്റിൽ നിന്ന് എത്രത്തോളം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് എന്നൊരു അനാലിസിസ് നമ്മൾ ആദ്യം തന്നെ നടത്തി വെക്കണം. അല്ലാതെ ഞാനിപ്പോ സിലബസ് എടുത്ത് വെച്ചിട്ട് ആദ്യം മൈക്രോ മുതൽ ഇന്ത്യൻ ഇക്കോണമി വരെ 10 യൂണിറ്റ് പഠിക്കാം എന്നുള്ളതല്ല നമ്മുടെ ഒരു സ്മാർട്ട് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത്. യൂണിറ്റ് വൈസ് എത്ര വെയിറ്റേജ് ഉണ്ട്, ഇത് നമുക്ക് പേപ്പർ 1 മേ ബി അപ്ലൈ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇത് നമുക്ക് പേപ്പർ 2 അടിപൊളിയായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയും കൂടിയാണ്. ഓക്കെ, നമ്മൾ യൂണിറ്റ് 1 മൈക്രോ ഇക്കണോമിക്സ് ആണ്. ആ യൂണിറ്റ് 1 മൈക്രോ ഇക്കണോമിക്സ് നമുക്ക് കട്ട് ആൻഡ് ഷുവർ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും മിനിമം 12 ക്വസ്റ്റൻസ് എങ്കിലും അവർ ചോദിച്ചിരിക്കും.
ഓക്കെ, ഈ 12 to 15 ക്വസ്റ്റ്യനിൽ കൂടാതെ ഇതിൽ നിന്ന് നമുക്ക് റീഡിംഗ് കോംപ്രഹെൻഷൻ ചോദിച്ചിട്ടുള്ള വർഷങ്ങളുമുണ്ട്. നിങ്ങളിപ്പം എടുത്തു നോക്കുകയാണെങ്കിൽ 2-3 വർഷമായിട്ട് മൈക്രോയിലെ ഗെയിം തിയറി, ഡെഡ് വെയിറ്റ് ലോസും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചോദിക്കുന്നത്, റീഡിംഗ് കോംപ്രഹെൻഷൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പം അത്രത്തോളം വെയിറ്റേജ് ഉള്ള യൂണിറ്റുകളെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. ഓക്കെ, ഇനി രണ്ടാമത്തെ യൂണിറ്റ് ആണ് നമ്മുടെ മാക്രോ ഇക്കണോമിക്സ്. നമ്മൾ മൈക്രോ ആണ് എക്കണോമിക്സിന്റെ കിങ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും UGC നെറ്റ് എക്സാമിന്റെ കാര്യത്തിൽ മൈക്രോനെക്കാട്ടിലും കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എവിടെ ചോദിക്കാറുണ്ട്, മാക്രോ ഇക്കണോമിക്സിൽ ചോദിക്കാറുണ്ട്. അതും ഒരു ആവറേജ് ലെവൽ ഓഫ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒത്തന്റിക് സോഴ്സുകളിൽ നിന്നുള്ള നോട്ട് വെച്ച് പഠിച്ച ഒരാളെ സംബന്ധിച്ച് ആ 16 ക്വസ്റ്റ്യൻസും ശരിയാക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് മാക്രോ എക്കണോമിക്സിൽ നിന്ന് ചോദിക്കാറുള്ളത്. കാരണം അതിന് റിപ്പീറ്റഡ്ലി ഒരു ഏരിയ ഉണ്ട്. മാക്രോയിലൊന്നും അങ്ങനെ പുതിയ തരത്തിലുള്ള ഇന്നോവേഷൻസ് NTA നടത്താറില്ല. ഓക്കെ, അവരെന്താണോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഏരിയ കുറച്ചൊന്ന് ട്വിസ്റ്റഡ് ആയിട്ട് ചോദിക്കും. ആ ഏരിയ കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്ത് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ ISLM ഫ്രെയിംവർക്കിൽ നിന്ന് ചുരുങ്ങിയത് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തീസിസിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതേപോലെ നമ്മുടെ ഫിലിപ്സ് കർവിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഡിമാൻഡ് ഫോർ മണി നമുക്ക് ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ ഫോർകാസ്റ്റ് ചെയ്ത് പഠിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യണം. ഓക്കെ, അതിലേക്ക് ഞാൻ വരാം. ഇനി നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സും ഇക്കണോമെട്രിക്സും ഉള്ളത്. ഓക്കെ, പൊതുവിൽ നമ്മുടെ ഈ ഒരു ജൂൺ 2025 നമ്മൾ എല്ലാവരും ഒരു കുറച്ച് കുഴപ്പിച്ചിട്ടുള്ള ഏരിയ ആണ് നമ്മുടെ സ്റ്റാറ്റിൽ നിന്ന് വന്നിട്ടുള്ള ഇതുവരെ നമ്മൾ കേൾക്കാത്ത മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ പോയിസൺ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ. ഓക്കെ, പക്ഷെ അതൊക്കെ നമ്മുടെ സിലബസിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇന്നേ വരെ അവരത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഒരു ടേമിൽ അവരത് ചോദിച്ചു, പക്ഷെ അടുത്ത ടേമിൽ അത് ചോദിച്ചു കൊള്ളണം എന്ന് യാതൊരു വിധത്തിലുള്ള ഉറപ്പുമില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അത് ടഫാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സ്. മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സിൽ പണ്ടാണെങ്കിൽ നമുക്കൊരു 7-8 ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. പക്ഷെ റീസെന്റ് നമുക്കൊരു 4-5 ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ. അതിലും മാത്സ് വളരെ ലോ ആണെന്ന് പറയുന്ന ആൾക്കും ഒരു 2 ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഒന്ന് നമുക്ക് മെട്രിക്സിൽ നിന്ന് ഇപ്പൊ 2-3 ടേം ആയിട്ട് റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പൊ മെട്രിക്സ്, ഇലാസിറ്റി ഒക്കെ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള ഏരിയാസിന് ഫോക്കസ് കൊടുക്കുക. ഓക്കെ, അപ്പൊ മെട്രിക്സ് തന്നെ എടുക്കുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് മെട്രിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ അല്ലെങ്കിൽ ഹയർ ഓർഡർ ഹെക്സിയൻ മെട്രിക്സ്, ബോർഡഡ് ഹെക്സിയൻ മെട്രിക്സ്, ജാക്കോബിയൻ മെട്രിക്സ്, ഡിസ്ക്രിമിനന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടോപ്പിക്കുകൾ നമുക്കുണ്ട്. ഓക്കെ, ഇതാണ് ഇപ്പൊ മെട്രിക്സ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മെട്രിക്സിൽ നമുക്ക് ഡിഫൈൻഡ് ആണോ അൺഡിഫൈൻഡ് ആണോ, ഈ ക്വസ്റ്റൻസ് ആയിരിക്കും നമ്മളത് ചോദിക്കുക. ഓക്കെ, ഇത് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതേപോലെ തന്നെയാണ് നമുക്ക് ബാക്കി ഉള്ള 9 യൂണിറ്റ്സും. ഇനി ഇന്ത്യൻ ഇക്കോണമിയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ ഇക്കോണമിക്ക് നമുക്ക് വലിയൊരു സിലബസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊന്നും ഇപ്പൊ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറില്ല. അവരെന്തിനാ ഫോക്കസ് കൊടുക്കേണ്ടത്, NFHS നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും, സെൻസസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഇക്കണോമിക് സർവേയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും, യൂണിയൻ ബജറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, ഇത്തവണ നമ്മുടെ എക്സാമിന് കൃത്യമായിട്ട് നമ്മുടെ യൂണിയൻ ബജറ്റിൽ നിന്ന് 4-5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇക്കണോമിക് സർവേയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് 4-5 ക്വസ്റ്റ്യൻസ്. അപ്പം ഏകദേശം നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയിൽ ചോദിക്കുന്ന 10 ക്വസ്റ്റ്യൻസും ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഈ ഏരിയയിൽ നിന്ന് തന്നെയായിരിക്കും. ഓക്കെ, ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. നിങ്ങൾ ഒരു ഡിസംബർ 2023 മുതൽ ഇങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഇക്കോണമിയിൽ ഇവർ പറഞ്ഞിട്ടുള്ള ബാക്കി ഒരു ഏരിയയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി പറ്റില്ല. ഈ തരത്തിലുള്ള കറണ്ട് അഫയേഴ്സ് ആയിരിക്കും കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളടുത്ത് റിപ്പീറ്റഡ്ലി പറയുന്നുണ്ട് PYQs ഇമ്പോർട്ടന്റ് ആണ്, PYQs ഇമ്പോർട്ടന്റ് ആണ്. അത് എന്തുകൊണ്ടാണ് ഈ ഒരു PYQ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ഈ UGC നെറ്റ് എക്സാമിനെ സംബന്ധിച്ച് ഞാനിപ്പോ നേരത്തെ തന്നെ നിങ്ങളടുത്ത് പറഞ്ഞു, ഇവർ ഒരിക്കലും എന്ത് ചെയ്യില്ല, അവര് ക്വസ്റ്റ്യൻസ്, ഞാൻ ഇക്കണോമിക്സിന്റെ കേസ് മാത്രമാണ് പറയുന്നത്, ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്ന ആ ഒരു പ്രവണത വളരെ കുറവാണ് ഇക്കണോമിക്സിനെ സംബന്ധിച്ച്. പക്ഷെ അവര് എന്ത് ചെയ്യും, ഏരിയ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ആ ഏരിയ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ നെറ്റിന് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ഫസ്റ്റ് ടാസ്ക്. ഓക്കെ, ആദ്യം നമ്മളൊരു സിലബസ് 2-3 വട്ടം നമ്മൾ മനസ്സിരുത്തി നമ്മൾ വായിക്കണം. അതിനുശേഷം ഈ ഒരു ഏരിയ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, നിങ്ങൾക്ക് സ്ലൈഡ് മൂവ് ആവുന്ന പോലെ കാണുന്നില്ല? സ്ലൈഡ് ചേഞ്ച് ചെയ്യുന്നില്ലേ? ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ. ഓക്കെ,
ഇതൊന്നും കൂടെ ഷെയർ ചെയ്യാം കേട്ടോ. ഇത് ആദ്യമേ പറയണ്ടേ, ഞാൻ വിചാരിച്ചു സ്ലൈഡ് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, നമുക്കൊന്നുകൂടെ നോക്കാം കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് വിസിബിൾ ആണോ? സ്ലൈഡ് വിസിബിൾ ആണോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, ഇപ്പം നിങ്ങൾക്ക് കറന്റ്ലി സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന്. സ്ക്രീനിൽ സ്ലൈഡ് ഒന്നുമില്ല. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്, ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യണേ. ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ. സോ വൈ PYQs ആർ ഇമ്പോർട്ടന്റ് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ യൂണിറ്റ് വൈസ് ആയിട്ടുള്ള എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന്റെ കാര്യമാണ്. അതിന്റെ സ്ലൈഡ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് ഞാൻ ഈ PYQ ഇമ്പോർട്ടന്റ് ആണ്, PYQ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ റിപ്പീറ്റഡ്ലി പറയുന്നുണ്ട്. അപ്പം അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അവരൊരു ഏരിയ റിപ്പീറ്റ് ചെയ്യും. ആ ഏരിയ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക് എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പം ഈ റിപ്പീറ്റ് ചെയ്യുന്ന ഏരിയ, അവർ ആ ഒരു ഏരിയ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നില്ല. അതിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അത് ഏകദേശം ഒരു 70-80% ഉറപ്പാണ് അവര് ഏരിയാസ് റിപ്പീറ്റ് ചെയ്യുമെന്ന്. ഓക്കെ, ഇനി ഷോസി എക്സാമിനേഴ്സ് ഫോക്കസ് ഏരിയ. നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ഓരോ ഏരിയാസ് ഇങ്ങനെ എടുത്തു കാണിക്കുന്നതായിട്ട് മേ ബി തോന്നാം. ചില ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡ് ആയിരിക്കും അവർ കൂടുതലായിട്ട് ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഈ വട്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റിയിലെ കുറച്ച് ഏരിയാസ് അവർ വളരെ ഫോക്കസ് കൊടുത്തതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ആ ഫോക്കസ് ഏരിയ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം പോർഷൻസ് കവർ ആവും. ഓക്കെ, ഞാനിവിടെ ബ്രാക്കറ്റിൽ കുറച്ച് ഏരിയാസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പബ്ലിക് ഗുഡ്സ്, ISLM ഫ്രെയിംവർക്ക്, റാഷണൽ എക്സ്പെക്ടേഷൻ, പോളിസി ഇൻഎഫക്റ്റീവ്നെസ്, ട്രേഡ് തിയറീസ്, ഇതൊക്കെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന കാര്യമാണ്. പക്ഷെ അത് നമുക്ക് അതേപോലെ തന്നെ ചോദിച്ചു കൊള്ളണം എന്ന് നിർബന്ധമില്ല. ഒരു വട്ടം സ്റ്റോൾപ്പർ സാമുവൽസൺ തിയറം ഈ ജൂൺ 2025 എക്സാമിൽ സ്റ്റോൾപ്പർ സാമുവൽസൺ തിയറത്തെ പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ അതിന് തൊട്ട് മുൻപ് ഉണ്ടായിരുന്ന ടേമിൽ അത് ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ്, വേറെ കുറച്ച് ഇമ്മിസറൈസിങ് ഗ്രോത്ത് ഒക്കെ തന്നിട്ട് അത് ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാനായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഒരു തിയറി അതേപോലെ തന്നെ എടുത്ത് ചോദിക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷേ അത് എവിടെയെങ്കിലും ഒരു കോൺസെപ്റ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ആണ് ഇംപ്രൂവ്സ് ദ കോൺസെപ്റ്റൽ ക്ലാരിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ഓൾറെഡി പഠിച്ച് മറന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്ന് മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അത് മാത്രമല്ല, ഈ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും. ഇവിടെയാണ് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും പാളിപ്പോകുന്ന ഒരു ഏരിയ എന്ന് പറയാൻ പറ്റും. കാരണം നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അസംഷനിൽ പോകും. പക്ഷെ അത് ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് നമുക്കത് കിട്ടിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു തിയറി, ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ റിപ്സിൻസ്കി തിയറി, ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ തിയറി ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ബൈഹാർട്ട് ചെയ്ത് പഠിക്കും. പക്ഷെ അതിന്റെ ഉള്ളിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നിങ്ങൾ ജൂൺ 18 ക്യാൻസൽഡ് എക്സാം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ റിപ്സിൻസ്കി തിയറത്തിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അത് ആ തിയറി എന്താണെന്ന് നമുക്ക് ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ പറയാൻ അറിയാം. പക്ഷെ ആ തിയറിയുടെ ഉൾവശത്ത് കൊടുത്തിട്ടുള്ള കോൺസെപ്റ്റ് ആയിരുന്നു ആ ഒരു 5 സ്റ്റേറ്റ്മെന്റിലും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം അത്രയും ഇൻഡെപ്ത് ആയിട്ടുള്ള കോൺസെപ്റ്റൽ ക്ലാരിറ്റി നമുക്ക് ആവശ്യമാണ്. ഇനി ഈ PYQs ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ഉപകാരം, അല്ലെങ്കിൽ നമുക്കത് എത്രത്തോളം എഫക്റ്റീവ് ആകും? ഒരു 5 വർഷത്തിൽ നിങ്ങൾ മിനിമം 2020 മുതലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? റിപ്പീറ്റഡ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ റിപ്പീറ്റഡ് ഏരിയ നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ,
ഇന്ന ഏരിയാസ് ആണ്. മൈക്രോയിൽ ഇന്ന ടോപ്പിക്കുകൾ റിപ്പീറ്റഡ്ലി ചോദിക്കുന്നുണ്ട്. വോൾറാസ് ഇൻ ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ്, ഇൻഡിഫറൻസ് കർവിനെ കുറിച്ച് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഗെയിം തിയറി എന്തായാലും നാഷണൽ ഇക്വിലിബ്രിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ മിനിമാക്സ്, മാക്സിമിന്, ഡോമിനന്റ് സ്ട്രാറ്റജി, ഇത് റിപ്പീറ്റഡ്ലി ചോദിക്കാറുണ്ട്. അപ്പം ഇത്തരത്തിൽ നമ്മൾ 5 വർഷത്തെ PYQ എടുത്തിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഒരു ലിസ്റ്റ് കീപ്പ് ചെയ്യുക. ഇന്ന യൂണിറ്റിൽ നിന്ന് ഇന്ന് ഏരിയാസ് ആണ് റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന്. നിങ്ങൾക്ക് അധികമായിട്ട് എഴുതേണ്ട ആവശ്യം വരില്ല. കാരണം ഓരോ വർഷവും നിങ്ങൾക്ക് അതിന് തൊട്ട് സൈഡില് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് പോയാൽ മതിയാവും. കാരണം അത്രത്തോളമാണ് ഏരിയാസ് റിപ്പീറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് ഏരിയാസ് ലിസ്റ്റ് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് വരില്ല. ഓക്കെ, ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സൈഡ് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോയാൽ മതി. ഇത് 2 വട്ടം റിപ്പീറ്റ് ചെയ്തു, ഇത് 3 വട്ടം റിപ്പീറ്റ് ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ടോപ്പിക് വൈസ് നിങ്ങൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുക. ഞാനിപ്പോ പറഞ്ഞ പോലെ മൈക്രോയിൽ നിന്ന് ഇത്ര, മാക്രോയിൽ നിന്ന് ഇത്ര, പബ്ലിക് ഇക്കണോമിക്സിൽ നിന്ന് ഇത്ര, അങ്ങനെ 10 യൂണിറ്റ്സ് നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യുക. എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുന്ന തെറ്റെന്താണ്? റൈറ്റ് ആൻസർ മാത്രം പഠിക്കുന്നു, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സ്കിപ്പ് ചെയ്യുന്നു. അത് വളരെ തെറ്റാണ്. കാരണം എന്തുകൊണ്ട് ബാക്കി ഓപ്ഷൻസ് വന്നിട്ടില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ആ ബാക്കി ഓപ്ഷനെ സംബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അതിന്റെ തൊട്ട് മുൻപത്തെയോ പിൻപത്തെയോ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ ജൂണില് എടുത്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമുക്ക് എൻവയോൺമെന്റൽ വാലുവേഷൻ മെത്തേഡ്, ഹെഡോണിക് പ്രൈസിംഗ് മെത്തേഡ്, ട്രാവൽ കോസ്റ്റ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെത്തേഡുകൾ ഉണ്ട് നമ്മുടെ പോപ്പുലേഷൻ ഡെമോഗ്രഫി എന്ന് പറഞ്ഞ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു ക്വസ്റ്റ്യനിലെ ഓപ്ഷൻ ആയിരുന്നു അടുത്ത എക്സാമിൽ എന്ത് ചോദിച്ചിട്ടുള്ളത്? വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പം ജൂൺ 2024 എക്സാമിൽ ആ ഒരു ഓപ്ഷൻ പഠിച്ച കുട്ടിക്ക് എന്ത് ശരിയാക്കാം? ഡിസംബർ 2024 എക്സാമിൽ ആ ക്വസ്റ്റ്യൻ ശരിയാക്കാമായിരുന്നു. നമ്മൾ ആ ഒരു റൈറ്റ് ആൻസർ മാത്രം നോക്കി പോരുത്. എന്തുകൊണ്ട് ബാക്കി വന്നില്ല എന്ന് നമ്മൾ പഠിക്കുമ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. റൈറ്റ് ആൻസറിന്റെ കോൺസെപ്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനെയായിരിക്കണം നമ്മുടെ ഒരു സ്റ്റഡി പാറ്റേൺ പോകേണ്ടത്. അല്ലാതെ നിങ്ങൾ മൈക്രോയിൽ ഇന്ന ഏരിയാസ് ആണ് പഠിക്കുന്നത്, അങ്ങനെ നമ്മൾ ചെയ്യരുത് ഒരിക്കലും. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് ഏരിയ മനസ്സിലാക്കി ആ ഏരിയ സോർട്ട് ഔട്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള 55 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു JRF ഹോൾഡർ ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് പറ്റും. ഷുവർ ആണ്. ആ ഏരിയ മാത്രമേ അവർ റിപ്പീറ്റ് ചെയ്യുള്ളൂ, അത് ഉറപ്പാണ്. അതിൽ അവർക്കൊരു സ്പെസിഫിക് ഏരിയ ഉണ്ട്. ഓക്കെ, ഷുവർ. എന്തുകൊണ്ട് അക്ഷയ ഡൗട്ട്? ഇത്തവണ യെസ്, ആ ഒരു 58 ദിവസം. പക്ഷെ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി വേണം, നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് സപ്പോർട്ടിന്റെ ആവശ്യം ഉണ്ടായിരിക്കും. അപ്പം നമ്മള് 55 ദിവസം കൊണ്ട് എന്നെ കൊണ്ട് പറ്റുമോ എന്ന് വിചാരിച്ച് നാളെ ആവട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യരുത്. ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മിനിമം ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾ വൃത്തിക്ക് ഞാൻ ഈ പഠിപ്പിച്ച അല്ലെങ്കിൽ ഞാനിപ്പോ പറഞ്ഞിട്ടുള്ള സ്ട്രാറ്റജി നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്ക്. ഒരൊറ്റ ഒരു 2 വർഷത്തെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഇങ്ങനെ സോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അയ്യോ, ഇതൊക്കെയാണല്ലോ റിപ്പീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ നമ്മുടെ സിലബസിൽ എല്ലാ കാര്യങ്ങളും NTA ചോദിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ സിലബസ് മുഴുവൻ കവർ ചെയ്തോ എന്നല്ല NTA ചോദിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവർ തരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ ആൻസർ ചെയ്യുന്നുണ്ടോ, അത്ര മാത്രമേ അവരവിടെ അനലൈസ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സിലബസ് കവർ ചെയ്തു എന്നല്ല അവർ നോക്കുന്നത്. അവിടെയാണ് നമ്മൾ സ്മാർട്ട് ആയിട്ട് വർക്ക് ചെയ്യേണ്ടത്. എല്ലാവർക്കും ഹാർഡ് വർക്ക് ചെയ്യാൻ അറിയാം, പക്ഷേ സ്മാർട്ട് ആയിട്ട് മൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. ആ സ്മാർട്ട് മൂവ്മെന്റ് വരണമെങ്കിൽ കൃത്യമായിട്ട് ഏരിയ മനസ്സിലാക്കണം. ഓക്കെ, ഏരിയ മനസ്സിലാക്കി ആ ഏരിയ മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ച ഒരു കുട്ടീനെ സംബന്ധിച്ച് കട്ട് ആൻഡ് ഷുവർ ആയിട്ട് ക്വാളിഫൈഡ് ആകാൻ വേണ്ടിയിട്ട് പറ്റും. ഏത് ക്വസ്റ്റ്യൻസ് വരുന്ന ഇയർ ആണോ ക്ലാരിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ മിനിമം 2021 മുതൽ ഇങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ മതി. അതിന് മുൻപുള്ളതിൽ നിങ്ങൾക്ക് പോകണമെന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധമില്ല. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ഏരിയ കിട്ടും. ഓക്കെ, നമ്മൾ ഐഫറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ ആണ് JRF ക്ലബ് എന്ന് പറയുന്നത്. ആ JRF ക്ലബ് സെഷനിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. നമ്മൾ 2020 മുതൽ 2025 വരെയുള്ള കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ അനാലിസിസ് ആണ് നമ്മൾ നടത്തുക. ആ അനാലിസിസ് എങ്ങനെ നടത്തുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇന്റർനാഷണൽ ട്രേഡ് എടുക്കുന്നു. ആ ഇന്റർനാഷണൽ ട്രേഡിന്റെ അണ്ടറിൽ ഫസ്റ്റ് ടോപ്പിക് ആണ് എന്ത്? ഗെയിൻസ് ഫ്രം ട്രേഡ്, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ചുള്ള ടേമുകൾ. ആ ഒരു സബ് ടോപ്പിക്കിൽ നിന്ന് എത്രത്തോളം ക്വസ്റ്റ്യൻസ് 2020 മുതൽ 2025 വരെ ചോദിച്ചിട്ടുണ്ട്, അതായിരിക്കും നമ്മൾ ആ ഒരു സെഷനിൽ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പം ആ ഒരു കോൺസെപ്റ്റ് പഠിക്കാത്ത കുട്ടിക്ക് ആ ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് മേ ബി അതൊരു 10 ക്വസ്റ്റ്യൻ ഉണ്ടായിക്കോളൂ. പക്ഷെ ആ 10 ക്വസ്റ്റ്യനിലെ ബാക്കി ഓപ്ഷൻസും കൂടെ പഠിച്ച ആ ക്ലാസ് കേട്ടൊരു കുട്ടിക്ക് ആ ഒരു സബ് ടോപ്പിക് നോക്കേണ്ടതായിട്ടേ വരില്ല. അങ്ങനെ വേണം നമ്മൾ സ്മാർട്ട് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇപ്പം
നമുക്ക് ഏറ്റവും കൂടുതൽ ഈ കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എന്ന് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോ ഐഫറുള്ള JRF ക്ലബ് എന്ന് പറഞ്ഞ ഫീച്ചറിനെ പറ്റിയിട്ട് നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞു, PYQ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസും പറഞ്ഞു. അപ്പം ഈ നമ്മൾ എടുത്തിട്ടുള്ള JRF ക്ലബിന്റെ ഒരു സ്ക്രീൻഷോട്ട് ആണ് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതായത് കഴിഞ്ഞ എക്സാമില് നമ്മള് ജൂൺ 2025 എക്സാമിന് പോകുന്നതിന് മുൻപ്, കുട്ടികൾ പോകുന്നതിന് മുമ്പ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന സെഷൻസ് ആണ് JRF ക്ലബ് സെഷൻസ്. അപ്പം അതിൽ നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ള മണി ആൻഡ് ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിന്റെ അണ്ടറിൽ ക്ലാസ് എടുത്തിട്ടുള്ള ഒരു പിക്ചർ ആണ്. ഇതിൽ കൃത്യമായിട്ട് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ദ മോണിറ്ററി പോളിസി കമ്മിറ്റി ഹെൽഡ് ഇറ്റ്സ് 54th meeting in 7-9-2025 under the chairmanship of ശ്രീ സഞ്ജയ് മൽഹോത്ര. അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അണ്ടറിൽ വന്നിട്ടുള്ള ഓരോ കീ ഹൈലൈറ്റ്സും, അതായത് നമ്മുടെ പോളിസി റിപ്പോ റേറ്റിൽ എത്ര മാറ്റം വന്നു, നമ്മുടെ റിവേഴ്സ് റിപ്പോ റേറ്റിൽ എത്ര മാറ്റം വന്നു, നമ്മുടെ MSF എത്ര ചേഞ്ച് വന്നു, അത് നമ്മൾ അന്ന് ക്ലാസ് എടുത്തു. ഓക്കെ, ഇത് നമ്മുടെ ആപ്പിൽ നിന്ന് തന്നെ, നമ്മുടെ LMSൽ നിന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ്. സെയിം സാധനം എവിടെ റിപ്പീറ്റ് ചെയ്തു? ദാ ഇത് ജൂൺ 2025 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ഇവിടെ 54th കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ അറ്റാച്ച് ചെയ്തപ്പം വിട്ടുപോയതാണ്. 54 എന്നായിരുന്നു UGC നെറ്റ് എക്സാമിൽ ജൂൺ 2025 ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് 2 മീറ്റിങ്ങുകൾ അപ്പം നടന്നിട്ടുണ്ടായിരുന്നു. 54 നടന്നിട്ടുണ്ടായിരുന്നു, 55 നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം 54 ആണോ 55 ആണോ, രണ്ടിലും പോളിസി റേറ്റുകളിൽ മാറ്റമുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് 54ാമത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ആണ് എന്ന് കൃത്യമായിട്ട് പഠിച്ചൊരു കുട്ടിക്ക് മാത്രമേ ഇത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കാരണം അത്രത്തോളം ചേഞ്ചസ് പോളിസി റേറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാന്, നമ്മളെ പഠനം മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം അത്രത്തോളം ഇൻഡെപ്ത് ആയിട്ടാണ് നമ്മുടെ JRF ക്ലബ് സെഷൻസ് നമ്മൾ ഐഫറിൽ കണ്ടക്ട് ചെയ്യുന്നത്. ഓരോ സബ് ടോപ്പിക്കിനെയും നമ്മൾ കീറി മുറിച്ച് അതിൽ നിന്ന് എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട് നമ്മളത് പ്രഡിക്റ്റ് ചെയ്തിട്ടായിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇനി ഈ PYQന്റെ റിപ്പീറ്റേഷനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഒത്തന്റിക് ആയിട്ടുള്ള സോഴ്സുകൾ വായിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഇക്കണോമെട്രിക്സിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ കൃത്യമായിട്ട് നമ്മുടെ സ്പ്യൂരിയസ് റിഗ്രഷന്റെ അല്ലെങ്കിൽ ഗ്രെയിൻസർ ന്യൂബോൾട്ടിനെ സംബന്ധിച്ചുള്ള ആ ഒരു സ്പ്യൂരിയസ് റിഗ്രഷന്റെ കണ്ടീഷൻ അല്ലെങ്കിൽ അതിന്റെ റൂൾ ഓഫ് തമ്പ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ആൻസർ C ആണ്, ഹൈ ആൻഡ് ലോ ഡെർബി വാട്സൺ D സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതാണ് അതിന്റെ ആൻസർ. ഹൈ R² എന്നുണ്ട് കേട്ടോ, ഹൈ R² എന്നുണ്ട് ഇവിടെ. ഇതാണ് ഇതിന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പൊതുവിൽ എല്ലാവരും കാണാൻ സാധ്യത കുറവാണ്. കാരണം എന്താണ്, ഇതങ്ങനെ ഇതുവരെ മുൻ വർഷങ്ങളിലൊന്നും ചോദിച്ച് കാണാത്ത ഒരു ഏരിയ ആണ്. പക്ഷെ കൃത്യമായിട്ട് നമ്മൾ ദാമോദർ ഗുജറാത്തിയുടെ ഇക്കണോമെട്രിക്സിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുകയാണ് എങ്കിൽ അതില് നമുക്കൊരു ലാസ്റ്റ് കുറച്ച് പേജുകൾ കൊടുത്തിട്ടുണ്ടാകും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു സ്പ്യൂരിയസ് റിഗ്രഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്ഥലത്ത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതേ ക്വസ്റ്റ്യൻ NTR റിപ്പീറ്റ് ചെയ്ത്, ഇത് നമ്മുടെ ക്ലാസ്സിൽ ഡീൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് നമ്മുടെ ഇക്കണോമെട്രിക്സിന്റെ ക്ലാസ്സിൽ സെയിം ഓപ്ഷൻസ് പോലും മാറിയിട്ടില്ല. Aയും Bയും Cയും D ഒക്കെ ഇങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതേപോലെ നമ്മുടെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു. ഇത് അറിയുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പം അത്രത്തോളം ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി നമുക്ക് ആവശ്യമാണ്. ഇതും നമ്മുടെ ക്ലാസ്സിൽ ഡീൽ ചെയ്തു, അതേപോലെ ക്വസ്റ്റ്യനിൽ ചോദിക്കുകയും ചെയ്തു കേട്ടോ. ഇത് മുൻ വർഷത്തിൽ ആവർത്തിച്ചിട്ടില്ല താനും. ഇനി നമ്മുടെ മണി ആൻഡ് ബാങ്കിങ് അതിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കാരണം ഇതൊക്കെ പഠിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ ഇത്തരത്തിലുള്ള മൈൻഡ് മാപ്പ് കാര്യങ്ങളൊക്കെ നമ്മുടെ JRF ക്ലബ് സെഷൻസിൽ കൊടുക്കും. അപ്പം ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇയറുകളെ സംബന്ധിച്ച് മിനിമം ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഈ ഒരൊറ്റ ഒരു മൈൻഡ് മാപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് നിൽക്കും. ഓക്കെ, ഇനി ഞാൻ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അതിന്റെ കൂടെ നമുക്കൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആവശ്യമാണ് അല്ലെ. അപ്പം അത്തരത്തിൽ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു 55 ഡേയിന്റെ സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ പഠനം മുൻപോട്ട് പോവാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ കാണുന്നുണ്ടോ? ചാറ്റ് ബോക്സിൽ പറയോ. 55 ഡേയ്സ് സ്റ്റഡി പ്ലാൻ എന്ന് കാണുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ ചാറ്റ് ബോക്സിൽ. യെസ്, ഓക്കെ ഓക്കെ. അപ്പം ഇത് 55 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് കവർ ചെയ്യാം. അങ്ങനെ നമ്മൾ ഐഫറിൽ പ്രൊവൈഡ് ചെയ്യുന്ന 55 ദിവസത്തിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉള്ളത്
ഇത് യൂണിറ്റ് വൈസ് അതിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ്. അപ്പം നമുക്ക് അറിയുന്ന പോലെ തന്നെ ആദ്യം നമ്മുടെ യൂണിറ്റ് 1 നമ്മുടെ മൈക്രോ ഇക്കണോമിക്സ് ആണ് ഉള്ളത് അല്ലെ. സോ മൈക്രോ ഇക്കണോമിക്സിൽ എപ്പോഴും കൺസ്യൂമർ ബിഹേവിയറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ കൺസ്യൂമർ ബിഹേവിയറിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് നമ്മുടെ യൂട്ടിലിറ്റി. ഇത്തവണ തന്നെ നമുക്ക് ലെക്സിക്കോഗ്രഫിക് പ്രിഫറൻസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മുടെ യൂട്ടിലിറ്റി, ഇൻഡയറക്റ്റ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ, അത്തരത്തിലുള്ള യൂട്ടിലിറ്റി അല്ലെങ്കിൽ നമുക്ക് ഇൻഡിഫറൻസ് കർവ്, അവിടെ നിന്നാണ് നമ്മൾ കൺസ്യൂമർ ബിഹേവിയറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പം യൂണിറ്റ് 1 നിന്ന് സംബന്ധിച്ചുള്ള ഫസ്റ്റ് ഡേ നമ്മൾ നോക്കേണ്ട ടോപ്പിക് ആണ് ഈ ഒരു മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ദിവസം നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ തിയറി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിലേക്ക് കടക്കുന്നു. അവിടെ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക്, കാരണം പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൽ നമുക്ക് കോസ്റ്റ് കർവുകളെ കുറിച്ചും ആ ഒരു പ്രൊഡക്ഷനിലെ ഐസോ കൊണ്ട് ഐസോ കോസ്റ്റ് അത്തരത്തിലുള്ള ടോപ്പിക്കുകൾ പഠിക്കാനുണ്ടാകും. ഓക്കെ, അതിന്റെ കൂടെ നമുക്ക് ആ ഒരു ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ടോപ്പിക്കും കൂടെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് എന്നും ഐഫറിൽ 10 വീതം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡെയിലി ടെസ്റ്റുകളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കും. ഈ 10 ക്വസ്റ്റ്യൻസും എന്തായിരിക്കും? നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക് വൈസ് സോർട്ട് ചെയ്തിരിക്കുന്നതാണ്, അതായത് ഓരോ യൂണിറ്റ് വൈസ് സോർട്ട് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഇന്ന് നിങ്ങൾക്ക് ഡെയിലി ടെസ്റ്റ് ഇക്കണോമെട്രിക്സിന്റെ, അതായത് നവംബർ 6-ാം തീയതി ഇക്കണോമെട്രിക്സിന്റെ ഡെയിലി ടെസ്റ്റ് 10 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം അതിനുശേഷം നവംബർ 7-ാം തീയതി നൈറ്റ് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? നിങ്ങൾ ഈ തലേ ദിവസം അറ്റൻഡ് ചെയ്തിട്ടുള്ള 10 ക്വസ്റ്റ്യന്റെ ഡിസ്കഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്ത്? പേപ്പർ 2 ഡെയിലി ടെസ്റ്റ് ഡിസ്കഷൻ. ആ 10 ക്വസ്റ്റ്യൻ നമ്മൾ പിറ്റത്തെ ദിവസം നൈറ്റ് ഡിസ്കസ് ചെയ്യുന്നു. അതിന്റെ കൂടെ തന്നെ അത് എൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? പേപ്പർ 2ന്റെ എക്സ്ക്ലൂസീവ് ആയിട്ട് JRF ക്ലബ്. JRF ക്ലബിന്റെ സ്ക്രീൻഷോട്ട് ആണ് ഞാൻ നേരത്തെ കാണിച്ചത് കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓരോ യൂണിറ്റിലെയും സബ് ടോപ്പിക് നമ്മൾ കീറി മുറിച്ച് അതിൽ നിന്ന് വന്നിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ JRF ക്ലബിൽ പറയുന്നുണ്ടായിരിക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഓരോ യൂണിറ്റും വെൽ സ്ട്രക്ചേർഡ് ആയിട്ടാണ് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇതില് നമ്മൾ ഓരോ യൂണിറ്റിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് ആണ് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത്രയും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏരിയാസ് ആണ് കൊടുത്തിട്ടുള്ളത്. അല്ലാണ്ട് നമ്മൾ സിലബസ് മുഴുവൻ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഈ ഏറ്റവും നമ്മളിങ്ങനെ ഓരോ ദിവസം 31, 32 അങ്ങനെ ഓരോ ദിവസം മുൻപോട്ട് പോയി 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 ഏറ്റവും ലാസ്റ്റത്തെ ആ ഒരു വീക്ക് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഏകദേശം ഒരു 47 ദിവസം അല്ലെങ്കിൽ 45 ദിവസം ആണെങ്കിൽ നമ്മൾ ഒരു ക്വിക്ക് ആയിട്ട് റിവിഷൻ ആയിരിക്കണം നടത്തേണ്ടത്. അപ്പൊ നമ്മൾ പുതിയ കോൺസെപ്റ്റുകളൊന്നും പഠിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് നമ്മളൊന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ട് റിവൈസ് ചെയ്യണം. ഓക്കെ, അപ്പം മേ ബി നിങ്ങൾക്ക് ഒരു ദിവസം എടുക്കാം ഒരു ടോപ്പിക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 2 ദിവസം ഒരു ദിവസം തന്നെ 2 ടോപ്പിക്കുകൾ വേണമെങ്കിലും റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി ആ ഒരു റിവിഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ ഒരു റിവിഷൻ പ്രാക്ടീസ് ഒക്കെ നിങ്ങൾ എന്ന് നിർത്തണം? മിനിമം ഒരു എക്സാമിന്റെ ഒരു 2 ദിവസം മുമ്പെങ്കിലും ആ ഒരു ക്വിക്ക് ആയിട്ടുള്ള റിവിഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർത്തണം. ഓക്കെ, ഇതാണ് ഞാൻ ഈ ഒരു 53-ാമത്തെ ദിവസം കൊടുത്തത്. കണ്ടോ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലാസ്, തിയറീസിന്റെ ക്രോണോളജീസ്, അതിന്റെ കീ ഫാക്ടേഴ്സ് ഒക്കെ അവിടെ നമ്മൾ വായിച്ചു നിർത്തണം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ക്വിക്ക് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. ഞാനിപ്പോ നേരത്തെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 യൂണിറ്റിന്റെ ക്വിക്ക് നോട്ട്സുകൾ ഉണ്ട്. ഈസി ആയിട്ട് നമ്മളിങ്ങനെ ലേസി ആയിട്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കാം ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് വായിക്കാൻ പറ്റിയിട്ടുള്ള ക്വിക്ക് നോട്ടുകൾ. ക്വിക്ക് നോട്ടിലൂടെ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് കണ്ണോടിച്ചു പോയാൽ മാത്രം മതി. ഓക്കെ, അതിനുശേഷം 55-ാമത്തെ ദിവസം വേണമെങ്കിൽ നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ഒരു റിവിഷൻ നമ്മളെ മനസ്സമാധാനത്തിന് നടത്താം. നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? ഭയങ്കര കാമായിട്ട് കൂളായിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ എക്സാമിന്റെ തലേന്നിന്റെ തലേന്ന് എന്ത് ചെയ്യണം? ഇവിടെ ഞാൻ ഡിസംബർ 29 ഡേറ്റ് ഇട്ടിരിക്കുന്നത്, കാരണം 55-ാമത്തെ ദിവസം ഡിസംബർ 29 ഓക്കെ, അല്ലാതെ നമ്മൾ എക്സാമിന്റെ തലേന്ന് ഹറിബറി ആയിട്ട് ട്രേഡിലെ തിയറീസും അതിന്റെ ക്രോണോളജിയും ഇക്കണോമെട്രിക്സിലെ ടെസ്റ്റുകളൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചത് കൂടി അവിടെ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, അപ്പം ഇത്തരത്തിൽ വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ടൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആവശ്യമാണ്. പ്ലസ് ഒരു ഗൈഡൻസ് സപ്പോർട്ട്. കാരണം നമുക്ക് അറിയണം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസ് ആണ് റിപ്പീറ്റഡ്ലി ചോദിക്കുക, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്, നമ്മൾ പഠിച്ച കാര്യത്തിൽ നിന്ന് ഇനി എന്തൊക്കെ വരും എന്നുള്ളൊരു പ്രഡിക്ഷൻ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, അപ്പം ആ ഒരു പ്രഡിക്ഷൻ നമ്മൾ നടത്തി ഞാൻ ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് സ്മാർട്ട് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി ക്വാളിഫൈ JRF ഇൻ ദിസ് ടൈം. ഓക്കെ, അപ്പം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പം
ഐഫറിൽ ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു 55 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ പഠിച്ച് JRF അല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈഡ് ആകാം എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് തരുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള JRF ക്ലാസ്സുകൾ, PYQ ഡിസ്കഷൻസ്, ഡെയിലി ടെസ്റ്റ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് ഉണ്ട് നമുക്ക്. സോ ഈ ഒരു ക്രാഷ് കോഴ്സിന്റെ അഡ്മിഷൻ ഇപ്പൊ കറന്റ്ലി ഓപ്പൺ ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഒരു JRF സെഷൻസും PYQ ഡിസ്കഷൻസും നമ്മുടെ സ്റ്റുഡൻസിന്റെ ഒരു ഐഫറിസം റൂം എന്ന് പറഞ്ഞിട്ടൊരു റൂം നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതായത് അവിടെ സ്റ്റുഡൻസ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അവർ ഗ്രൂപ്പ് ആയിട്ടായിരിക്കും ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ ഒരാൾക്ക് അറിയുന്ന ടോപ്പിക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നു, വേറൊരു കുട്ടിക്ക് അറിയുന്ന ടോപ്പിക്, അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടായിരിക്കും പഠിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം കുട്ടികൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് നടക്കുന്ന ഡിസ്കഷൻ ഫോറംസ് നടക്കാറുണ്ട്. ഇനി ലേറ്റസ്റ്റ് ആയിട്ടുള്ള PYQ ഡിസ്കഷൻസ് ബോത്ത് പേപ്പർ 1ലും പേപ്പർ 2ലും നടക്കാറുണ്ട്. സോ 55 ദിവസം കൊണ്ട് നിങ്ങളുടെ ആ ഒരു ലൈഫ് ജേർണിയിൽ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന നെറ്റ് ഓർ JRF ക്വാളിഫൈഡ് ആകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. യെസ് റിസ്വാൻ, പേപ്പർ 1 ഓൾസോ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. യെസ്, പേപ്പർ 1ഉം ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു അഡ്മിഷൻ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഡയറക്ട്ലി മെന്ററിന്റെ അടുത്ത് സംസാരിക്കണം, അതായത് എന്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അഡ്മിഷൻകാരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്നെ കണക്ട് ചെയ്ത് തരും. സോ ഈ ഒരു ജേർണി നിങ്ങൾക്ക് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഐഫറിന്റെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഷുവർ ആയിട്ടും ജോയിൻ ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ സമയം വേസ്റ്റ് ആക്കാതെ ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.